ഹായ് ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു വെറൈറ്റി സാധനമാണ് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ അറിയാം, എല്ലാവർക്കും അറിയുണ്ടാവും എന്താ സാധനം ഉണ്ടാക്കാൻ പോകണമെന്നല്ലേ. അപ്പോൾ ഇതാ എനിക്ക് ഇത്തിരി ചക്ക, പഴഞ്ചക്ക, അതുപോലെ എന്താ കൂഴച്ചക്ക എന്ന് പറഞ്ഞ സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് പഴുപ്പിക്കാൻ എടുത്ത് വെച്ച് കുറച്ച് വെച്ച് കഴിഞ്ഞിട്ട് വേവിച്ച് കഴിഞ്ഞ് ബാക്കി ഞാൻ പഴുപ്പിക്കാൻ എടുത്ത് വെച്ചാണേ. അപ്പോൾ നല്ലോണം പഴുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് രാവിലെ തന്നെ ഞങ്ങളിവിടേക്കൊക്കെ പറയാം കുമ്പിളപ്പം എന്നാട്ടോ പറയാം, അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇല പറിക്കാൻ പോയതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇല പറിച്ച് വന്നപ്പോൾ എനിക്ക് തോന്നിയതൊന്ന് വീഡിയോ എടുത്താലോന്ന്. ചക്കക്കാലം ആയി വരുന്നു. ഇപ്പോൾ അധികം എല്ലാവർക്കും ചക്ക ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടിയതാണ് കേട്ടോ ചക്ക. ഞങ്ങളെ പ്ലാവത്തതൊക്കെ ഇനി മഴക്കാലം ആകുമ്പോഴേക്കേ ആവുള്ളൂ. ചക്ക ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ ഒന്നും ആയിട്ടില്ല, മൂത്തിട്ടില്ല. ഇടയ്ക്ക് വേറൊരു സാധനം കണ്ടോ, ഇത് ഞങ്ങളിവിടെ വെള്ളം തിളപ്പിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇല പറിക്കാൻ പോയപ്പോൾ അവിടെ പറമ്പിൽ കണ്ടപ്പോൾ പറിച്ചു കൊണ്ടുവന്നതാണ്. ഞങ്ങളിവിടെ പനിക്കൂർക്കൻ്റെ ഇലയും തുളസി ഇല അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് വേണ്ടത്. അപ്പോൾ ഇന്നിപ്പോൾ ഇതിട്ടിട്ട് വെള്ളം തിളപ്പിക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഔഷധ ഗുണമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതാ ചക്ക ഞാനിങ്ങനെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ മിക്സിയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അടിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഞാൻ മിക്സിയിൽ നിന്നിട്ടുണ്ട്, നന്നായിട്ട് അടിച്ചെടുക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു കുഴയ്ക്കാനൊക്കെ അതാണ് എളുപ്പമെന്ന് തോന്നുന്നു. ചിലവർ അങ്ങനെ തന്നെ ഇട്ടിട്ട് കുഴയ്ക്കലുണ്ട് കേട്ടോ. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഇങ്ങനെയാണ് എടുക്കല്. പിന്നെ ഇതാ നമ്മൾ കുറച്ച് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തത്. ചിലരിതിൽ റവയൊക്കെ കൂട്ടി ഉണ്ടാക്കും, പക്ഷെ എനിക്ക് റവ കൂട്ടി ഉണ്ടാക്കുമ്പോൾ അതിങ്ങനെ വേഗം പൊടിഞ്ഞു പോകുന്ന പോലെ, എനിക്ക് കുറച്ച് ടൈറ്റായിട്ട് നിൽക്കണം, അതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗോതമ്പ് പൊടി മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ചക്ക ഒഴിക്കുന്നു. ചക്ക ഒഴിച്ചു. പിന്നെ അതിലേക്ക് ഇതാ ഞാൻ കുറച്ച് എന്താ പറയുക ഏലക്കാപ്പൊടി ഇടുക കേട്ടോ. ഏലക്കാപ്പൊടി കുറച്ചധികം കിടന്നോട്ടെ, ഒരു മണമൊക്കെ വേണ്ടേ. കണ്ടോ, ഇനി നമുക്കിതൊന്നിങ്ങനെ കുഴച്ച് കൂട്ടി വയ്ക്കാം കേട്ടോ. അപ്പോൾ അത് കുഴയ്ക്കുന്നതിന് മുമ്പ് വേറെ സാധനങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ഇതാ ഞാൻ തേങ്ങ, ഒരു വലിയൊരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ, അതും അതിലേക്ക് ഇടണം. പിന്നെ ശർക്കര ഇതാ ഞാൻ പാനിയാക്കുന്നില്ല. പാനിയാക്കിയാൽ ചക്ക നല്ലോണം പഴുത്ത കാരണം അത്യാവശ്യം നല്ല ഇതുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പാനിയും കൂടി ആക്കി വെള്ളം ഒഴിച്ചാൽ വല്ലാതെ ലൂസായിരിക്കും. അതുകൊണ്ട് ഞാനത് ആക്കുന്നില്ല. ശർക്കര ഇങ്ങനെ തന്നെ അരിഞ്ഞിടുക കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഇത് നമുക്ക് ഇതിൽ തേങ്ങ വറുത്തിടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കഴിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് കടിക്കണ്ടേ, അപ്പോൾ അതുകൊണ്ട് വറുത്തിടാമെന്ന് വെച്ചിട്ട് എടുത്ത് വെച്ചാൽ കേട്ടോ. പിന്നെ ഞാനതാ കുറച്ച് എള്ള് കേട്ടോ കഴുകി എടുത്ത് വെച്ചാണ്. ആ എള്ളും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കഴുകി അരിക്കണം കേട്ടോ, അത് നിറച്ച് കല്ലൊക്കെ ഉണ്ടായിരുന്നു. കഴുകി അരിച്ചിട്ട് എടുത്ത് വെച്ചതാണേ. കണ്ടോ, ഇനി നമുക്ക് കുഴയ്ക്കാം. ബാക്കിയൊക്കെ കഴിഞ്ഞു, എല്ലാ പണിയും കഴിഞ്ഞു. ഇനി കുഴയ്ക്കുക. അപ്പോൾ ഇതാ നമ്മളെ തേങ്ങ വറുത്തതൊക്കെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടു കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം, എന്നിട്ട് വേണം നമുക്ക് ഉണ്ടാക്കാൻ. നമ്മളെ കുമ്പിളപ്പം ഞാൻ ഉണ്ടാക്കിയിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു തട്ടേ വെച്ചുള്ളൂ, ഇനി ഒരു തട്ടിനും കൂടിയുള്ള മാവുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് ഇരുന്നിട്ട് വേവട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ ഇതാ നമ്മളെ കുമ്പിളപ്പം റെഡിയായി. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. രണ്ടാമത്തത് ഞാൻ എൻ്റെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ, രാവിലത്തെ വീഡിയോ ഇതാണ് കേട്ടോ. അപ്പോൾ കുറേ ആയി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം വേണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ, അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ വന്നാലും ഒരെണ്ണമൊക്കെ കഴിച്ച് പോകാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, മക്കളൊക്കെ ഇപ്പോൾ വീട്ടിലുള്ള സമയത്ത് സ്കൂൾ കൂട്ടുമ്പോഴേക്കൊക്കെ ചക്ക ആവുമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ രാവിലെ ഉണ്ടാക്കി വെച്ചാൽ മക്കളിങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് വന്നാൽ അവർക്ക് തിന്നാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. നല്ല അധികം കുട്ടികൾക്കും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത്. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ അവർ ഇറങ്ങി കയറി ഇങ്ങനെ തിന്നോളും. അപ്പം എല്ലാവർക്കും രാവിലെ തന്നെ ഒരു കൊതിയൂറിക്കുന്ന ഒരു വിഭവമായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ. അപ്പോൾ എല്ലാവരും ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഓക്കെ.